കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഫീനോളിൻ്റെ ഓക്സിഡേഷൻ സംഭവിച്ചിട്ടാണ്. ഫീനോളിന് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ഫീനോളിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നതിന് അല്ലെങ്കിൽ ഫീനോളിനെ ഓക്സിഡേഷൻ നടത്തുന്നതിന് നമുക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് തന്നെ ഉപയോഗിക്കാം. ഇവിടെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ക്രോമിക് ആസിഡിനെയാണ്. എങ്ങനെയാണ് ഈ ക്രോമിക് ആസിഡ് ഉണ്ടാകുന്നത്? സോഡിയം ഡൈക്രോമേറ്റും അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും റിയാക്ട് ചെയ്യുമ്പോഴാണ് ക്രോമിക് ആസിഡ് ഉണ്ടാകുക. ഇങ്ങനെയുള്ള ഒരു ക്രോമിക് ആസിഡ് എന്ന സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫീനോളിന് ഓക്സിഡേഷൻ സംഭവിക്കുകയും ഒരു കോൺജുഗേറ്റഡ് ഡൈകീറ്റോൺ ആയിട്ടുള്ള ബെൻസോക്വിനോൺ ഉണ്ടാവുകയും ചെയ്യുന്നു. ബെൻസോക്വിനോൺ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ഫീനോൾ undergo oxidation in the presence of sodium dichromate and sulfuric acid. സോഡിയം ഡൈക്രോമേറ്റും സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഇൻസിറ്റു പ്രൊഡക്ഷൻ ഓഫ് ക്രോമിക് ആസിഡ് നടക്കുന്നു. ഈ ക്രോമിക് ആസിഡ് ഒരു നല്ല ഓക്സിഡൈസിങ് ഏജൻ്റ് ആയതുകൊണ്ട് തന്നെ ഫീനോളിന് ഓക്സിഡേഷൻ സംഭവിക്കുകയും കോൺജുഗേറ്റഡ് ഡൈകീറ്റോൺ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്താണ് ഈ കോൺജുഗേറ്റഡ് ഡൈകീറ്റോൺ? കോൺജുഗേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകളെയാണ് കോൺജുഗേറ്റഡ് എന്ന് വിളിക്കുന്നത്. കീറ്റോൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CO ഗ്രൂപ്പാണ് അല്ലേ. ഇവിടെ നമുക്ക് കാണാം ഫീനോളിന് മാറ്റം വന്ന് എന്തായിട്ട് മാറി? ഒരു ഡൈ കീറ്റോൺ ആയിട്ട് മാറി. 2 CO ഗ്രൂപ്പുകളുള്ള ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറി. ഇതിനെയാണ് കോൺജുഗേറ്റഡ് ഡൈകീറ്റോൺ എന്ന് വിളിക്കുന്നത്. ഈ കോൺജുഗേറ്റഡ് ഡൈകീറ്റോണിന്റെ പേരാണ് ബെൻസോക്വിനോൺ. ഫീനോൾ undergo oxidation in the presence of chromic acid form a diketone, conjugated diketone known as benzoquinone. ഇനി നമ്മൾ സാധാരണയായിട്ട് ഫീനോളിൻ്റെ ഓക്സിഡേഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കറിയാം നമ്മുടെ ലാബുകളിൽ നിങ്ങൾ ഫീനോൾ ഓർഗാനിക് അനാലിസിസിന് വേണ്ടി എടുക്കുമ്പോൾ ചിലപ്പോഴെല്ലാം ഫീനോൾ കളർലെസ് ആണ് അല്ലേ. പുതിയ ബോട്ടിലിൽ നിന്നാണ് നമ്മൾ ഫീനോൾ എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് അപ്പിയർഡ് ആസ് കളർലെസ്. കാരണം പ്യുവർ ഫീനോള് കളർലെസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഫീനോളിന് എയർ ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ അവയുടെ കളറ് ചെറിയ രീതിയിൽ മാറുകയും ഒരു ബ്രൗൺ കളറായിട്ട് ഡാർക്ക് ബ്രൗൺ കളറായിട്ട് മാറുന്നതായിട്ടും കാണാം. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഫീനോൾ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ഇറ്റ് അണ്ടർഗോ സ്ലോ ഓക്സിഡേഷൻ ആൻഡ് ചേഞ്ച് ടു ഡാർക്ക് കളേർഡ് കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്നിങ് ദിസ് കൈൻഡ് ഓഫ് ക്വിനോൺസ്. ഇങ്ങനെ ക്വിനോൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിട്ടാണ് ഫീനോളിന് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ അവ മാറുന്നത്. അപ്പോൾ ഫീനോളിന് എയറിൻ്റെ പ്രസൻസിൽ പോലും ഓക്സിഡേഷൻ സംഭവിച്ച് ഡാർക്ക് കളർ കോമ്പൗണ്ടുകളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഡാർക്ക് കളർഡ് കോമ്പൗണ്ടുകളിൽ ക്വിനോൺസ് അടങ്ങിയിട്ടുണ്ട്. ഇത്രയുമാണ് ഫീനോൾസിൻ്റെ പ്രധാനപ്പെട്ട കെമിക്കൽ റിയാക്ഷനുകളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനായിട്ട്.